വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ത്യോക്യസ് രാജാവിൻ്റെ മകനായ അന്ത്യോക്യസ് എപ്പിഫാനസ് ഭരണമേറ്റതിനു ശേഷം അവൻ ഈജിപ്ത് കൂടി കീഴടക്കണമെന്ന ആഗ്രഹത്താൽ അവൻ വലിയൊരു സൈന്യമായി ഈജിപ്ത് രാജാവായ ടോളമിയെ കീഴടക്കി. അതിനുശേഷം ഇസ്രായേലിനെതിരെ സൈന്യത്തെ അയച്ചു. അവർ വിശുദ്ധ സ്ഥലവും അവിടെയുള്ള എല്ലാ വിശുദ്ധവും വിലപിടിപ്പുള്ളതുമായ എല്ലാ വസ്തുക്കളും കവർച്ച ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് അവരുടെ ആചാരങ്ങൾക്കെതിരെ എല്ലാ പ്രവൃത്തികളും ചെയ്തു. അവരെ വളരെയധികം കഷ്ടപ്പെടുത്തി. അവൻ ചതിവായി അവരോട് സമാധാനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു. അവർ അവനെ വിശ്വസിച്ചു. എന്നാൽ അവൻ പെട്ടെന്ന് നഗരം ആക്രമിച്ച് കനത്ത ആഘാതമേൽപ്പിക്കുകയും അനേകം ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു. ജെറുസലേം നിവാസികൾ അവരെ ഭയന്ന് ഓടിപ്പോയി. രാജാവ് ജെറുസലേമിൽ അവർക്ക് അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ആജ്ഞാപിച്ചു. വിശുദ്ധ സ്ഥലത്ത് ദഹനബലികളും പാനീയബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. ശാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധമൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. ദഹന ബലിപീഠത്തിന്മേൽ അവർ വിനാശത്തിൻ്റെ മ്ലേച്ഛവസ്തു പ്രതിഷ്ഠിച്ചു. നിയമഗ്രന്ഥങ്ങൾ കീറി തീയിലിട്ടു. ഉടമ്പടി ഗ്രന്ഥം കൈവശം വയ്ക്കുകയോ നിയമത്തോട് കൂറു പുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസന പ്രകാരം മരണത്തിന് അർഹനായിരുന്നു. എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അചഞ്ചലരായി നിന്നു. അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. ഭക്ഷണത്താൽ മലിനരാകുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി. ശെമയോന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രനും യോവാറിബ് കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്തിയാസ് ജെറുസലേമിൽ നിന്ന് മൊദയിനിലേക്ക് മാറി താമസിച്ചു. അവൻ്റെ 5 മക്കളിൽ ഒരുവനായിരുന്നു യൂദാസ് മക്കബേയോസ്. യൂദയായും ജെറുസലേമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്തിയാസ് വിലപിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ.